എന്നോട് രണ്ട് വാക്ക് പറയാൻ എന്ന ഒരു വാണിങ്ങോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറ്റി നിർത്തിയത്. ഒരു വാക്ക് കഴിഞ്ഞു. അപ്പൊ ഇനി ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പറയണം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഈ സത്സംഗത്തിലേക്ക്, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ശരിയല്ല. ഈ കൂടിച്ചേരലിലേക്ക് അല്ലെങ്കിൽ ഈ സംഗമത്തിലേക്ക്, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂട്ടാതിരിക്കൽ എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ്, അത് ഉപയോഗിച്ച് ഏത് അധർമ്മവും ധർമ്മമാകും എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥവും അങ്ങനെ ഉപയോഗിക്കാൻ ഇപ്പോൾ മടിയില്ലാതെ. അതുപോലെ എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ മനുഷ്യൻ ഈ വിദേശത്തൊക്കെ പോയി ഇങ്ങനെ പ്രവാസികളായിട്ട് ജീവിച്ച് ഇത്രയും സൗമനസ്യമുള്ള മനോഹരമായ സാഹിത്യ കൃതി, അതും കവിതകൾ നല്ല കരിങ്കല്ല് ചെത്തി മിനുക്കി അടുക്കി കെട്ടിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ അതുമാതിരിയുള്ള കവിതകൾ. അതിൻ്റെ ഭംഗി നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുക അത്ര ലളിതമല്ല. അങ്ങനെയുള്ള കവിതകൾ, സാരസമ്പുഷ്ടമായ കവിതകൾ ഇത്രയും ഭംഗിയായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ആ മനുഷ്യനെ കാണുന്ന ഒരു മനുഷ്യനും തോന്നുകയെന്നുള്ളതാണ് ഒരു പരമാർത്ഥം. ഈ പുസ്തകം നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നില്ല, പൈസ കൊടുത്ത് തന്നെ ഇങ്ങനെ ഒരു നിധി പുസ്തകം നമുക്ക് രചിച്ച് അത് ഗ്രന്ഥമാക്കി തരുമ്പോൾ അതിന് ആ മനുഷ്യനൊരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ മനുഷ്യനുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്നതാണ്. ഈ പെരുമഴക്കാലത്ത് തകിരിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ധർമ്മം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രണ്ട് സെന്റൻസ് ഇപ്പൊ 2 സെന്റൻസ് ആയി അദ്ദേഹം പറഞ്ഞത്. ഒട്ടുമിക്ക മനസ്സുകളെയും സ്വാധീനിക്കുന്ന, ആകർഷിക്കുന്ന 2 കാര്യങ്ങളാണ് ഭക്തിയും നർമ്മവും. നർമ്മത്തിനൊരു പ്രത്യേകതയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ അകത്ത് ലൈംഗികതയുടെ ഒരു അംശം ചേർത്തൊരു നർമ്മം പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോവുകയില്ല. അതുകൊണ്ടാണ് ഈ സകല ആളുകളുടെയും മനസ്സുകളിൽ ഇപ്പോഴും എപ്പോഴും എന്നും കൊടുങ്ങല്ലൂർ പറഞ്ഞ് ഇവിടെ ഒരു വരിയെങ്കിലും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഈ കൂടുതലും കാണാൻ വഴിയില്ല. അത് തെറിയാണോ? അത് നമ്മൾ ശ്ലീലവും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കൽപ്പിച്ച് നൽകുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഓടാൻ പറയാൻ അറിയാണ്ടാണോ ഈ തെറി വാക്കുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്? അല്ലല്ലോ. അപ്പൊ അത് പ്രയോഗിക്കുന്നത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് അവരവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കവിതകളെ കുറിച്ചും പറയേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പൊ ആദ്യം വിലക്കിയത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഭക്തിയുടെയും 2 വാക്കാണ് എനിക്ക് ആ പുസ്തകം, ഞാനത് മുഴുവൻ വായിച്ചു കിട്ടും. ആ പുസ്തകം എനിക്ക് അത് ഇത്രയും വലിയ ഒരു ബുക്കൊക്കെയാണ് എനിക്ക് തന്നത്. അത് ഞാൻ വായിച്ചു. ഇന്നലെയും ഇന്നുമായിട്ടാണ് വായിച്ചത്. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ ഈ പുസ്തകം